ഓ ഓ. കായ് കണ്ട താഴെ താഴെ വരെ കായ് കണ്ട അതെ, അതെ. പൂക്കളും കായോടെയാണ് നമ്മൾ ലെയർ ചെയ്തെടുക്കുന്നത്. കായോടെ എടുക്കുന്നത് ഇതാ ഇത് 3 ദിവസമായിട്ടുള്ള ലെയർ ചെയ്ത് വെച്ചിട്ട് എത്ര കായ് നോക്ക്. ഇതിന്റെ കായിന്റെ തണ്ടിന്റെ അടിയിലേ കണ്ട ഇതൊക്കെ പിടിക്കുന്നതാ. അതെ, അതെ. ഇതിന്റെ തടി ഇതിന്റെ നെട്ടിന്റെ ഭാഗം തടി കണ്ടോ, അതെല്ലാം പിടിക്കുന്ന സർപ്പോട്ടകളാണ്. പിടിക്കുന്ന സർപ്പോട്ടയ്ക്കാണ് നെട്ടിക്ക് കനം വരും, കനം വരും. ഇതൊക്കെ തന്നെ അതാ, ഇതൊക്കെ ലെയർ ചെയ്ത് വെച്ചിട്ട് 3 ദിവസമായ ചെടികളുടെ ഇതാണ്. അതിൽ തന്നെ നമുക്ക് പൂക്കൾ വരുന്നുണ്ടോ, അതെ അതെ. പൂക്കള് കായ് ഇതാ നമ്മൾ ലെയർ ചെയ്ത് അതാ ഇത് വരുന്നു, വേര് വരുന്നു ലെയർ ചെയ്ത് വെച്ചത്. ഇത് കഴിഞ്ഞ് മുകളിൽ സർപ്പോട്ട, വലിയ സർപ്പോട്ടകൾ കഴിഞ്ഞു. ഇത് ഒരെണ്ണം ഉണ്ട് ചെറുത്, ഒരു മീഡിയം ടൈപ്പ് ഓരോണ്ട്. സവാറിപ്പോൾ ഒരു 15 ദിവസം കഴിഞ്ഞ് പഴം പറിച്ചിട്ട് പിന്നെ വീണ്ടും മുട്ടകൾ കയറുന്നു. എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഒരു 10 ദിവസം 15 ദിവസം റെസ്റ്റ് എടുക്കും സവാറിക്ക്. ഒരിക്കൽ പറിച്ചു കഴിഞ്ഞാൽ 15 ദിവസം റെസ്റ്റ് എടുത്തിട്ട് അടുത്തത് കായ്ക്കുള്ളൂ. ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതാ. ഇതെല്ലാം സവാറയാണ്, സവാറ ആദ്യങ്ങൾ ഇതൊക്കെ സവാറയാണ്. ഇതെല്ലാം ഒരു 16 വർഷമായ പ്ലാന്റ്. അതൊരു 11 വർഷം, ഇത് 16 വർഷമായ പ്ലാന്റുകളാണ്. ഞാനിന്ന് എത്തിയുള്ളത് പാലക്കാട് ജില്ലയിലെ ആറാപ്പുഴ ആലത്തൂർ ഫ്രൂട്ട് പ്ലാന്റിലാണ്. ഇവിടെ ഒരുപാട് വലിയ വലിയ മരങ്ങൾ കാണുന്നുണ്ട്. അതും കായ്ച്ചതും ഇപ്പൊ കായ്ച്ചു നിൽക്കുന്നതുമായിട്ടുള്ള ഒരുപാട് മരങ്ങളാണ്. അത്യാവശ്യം നല്ല പ്ലാന്റുകളാണ്, അടിപൊളി ഹെൽത്തി പ്ലാന്റുകൾ തന്നെ കാണിക്കുന്നതൊക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ വിശേഷങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഈ ഫാമിന്റെ ഓണർ എന്റെ കൂടെ ഉണ്ട്. ഇവിടുത്തെ ലൊക്കേഷൻ പറഞ്ഞേ. ഇത് നമ്മൾ ആലത്തൂർ ഫ്രൂട്ട് പ്ലാന്റ് നഴ്സറി പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ ഗൂഗിളിൽ കിട്ടും. അത് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്, മുമ്പ് ഇട്ട് വെച്ചതാ. അപ്പോൾ അത് കിട്ടും. അപ്പോൾ അതിപ്പോൾ പാലക്കാട് ഡിസ്ട്രിക്ട് ആലത്തൂർ ആറാപ്പുഴ പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ നമുക്കൊരു ഒരു നഴ്സറി ഉള്ളത് പിന്നെ തോണിപ്പാടം പറഞ്ഞാൽ അത് പറഞ്ഞ ഒരു 2 കിലോമീറ്റർ മാറിയിട്ടുള്ളത്. നമ്മളടുത്ത് എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റുകളും ഇല്ലേ? എല്ലാ വെറൈറ്റികളും ഉണ്ട്. എല്ലാം വലുത്, ചെറുതില്ല. എല്ലാം വലുത് മാത്രമേ ഇങ്ങോട്ട് വരണ്ടുള്ളൂ. എന്ന് വെച്ചാൽ ചെറുതുണ്ടാവും, അപൂർവം ഉള്ളൂ ചെറുത്. ബാക്കിയൊക്കെ വലിയ പ്ലാന്റുകൾ ഒക്കെ ഒരു 10, 12 വർഷം, 8 വർഷം, 10 വർഷം. മിക്കവാറും 80-85% കാച്ചതല്ല. എല്ലാ വെറൈറ്റീസുകളും സുമാറുള്ള ഒരു വീട്ടിൽ വെക്കാൻ പറ്റുന്ന എല്ലാ വെറൈറ്റീസുകളും ഇവിടെ ഉണ്ട്. മാംഗോസ്റ്റിനൊക്കെ നമുക്കിതിപ്പോൾ മാംഗോസ്റ്റിനൊക്കെ 12 വർഷം, അതായത് ഒരു 9 വർഷം മുതൽ 12 വർഷം വരെയുള്ള മാംഗോസ്റ്റിനുള്ളത്. പിന്നെ അത് വിട്ട് കഴിഞ്ഞ് പിന്നെ ഒരു 6 വർഷത്തിന്റെ ഉള്ളൂ, അതിൽ താഴെയുള്ളതൊന്നുമില്ല. ഒക്കെ വലിയ പ്ലാന്റുകൾ. ഇതിലൊക്കെ കാച്ചുണ്ടായിരുന്നോ? ഇതെല്ലാം കാച്ചതാ. ഈ ഭാഗത്തുള്ളതൊക്കെ കാച്ച പ്ലാന്റുകളാണ്. മാംഗോസ്റ്റ് നമ്മുടെ ഒരുപാടുണ്ടല്ലോ ഇവിടെ. ഇത് മാത്രമല്ല, ഇപ്പുറത്തും കാണും, ഈ സൈഡിലും കാണും. ഈ സൈഡിൽ ഇതെല്ലാം മാംഗോസ്റ്റിന്റെ ചെടികളാണ്. അടുത്ത പ്രാവശ്യം തന്നെ കായല്ലേ? ഈ പ്രാവശ്യം തന്നെ വരും. ഈ പ്രാവശ്യം തന്നെ അടുത്ത മാസം മുതൽ പൂക്കാൻ തുടങ്ങും. മാംഗോസ്റ്റിനൊക്കെ അടുത്ത മാസം മുതൽ പൂക്കേണ്ടതാ. ഇതൊക്കെ അടുത്ത മാസം മുതൽ പൂക്കേണ്ടതാ. ഇതൊക്കെ കഴിഞ്ഞ കൊല്ലം കാച്ചത് കഴിഞ്ഞ കൊല്ലം കാച്ചത് പിന്നെ ഈ വർഷം പൂക്കുമല്ലോ. പിന്നെ മണ്ണിക്ക് വയ്ക്കുമ്പോൾ ഇതിപ്പോൾ ബാഗിൽ തന്നെയാണെങ്കിൽ ഈ പ്രാവശ്യം പൂക്കും. മണ്ണിക്ക് വയ്ക്കുമ്പോൾ ഒരു വർഷം കൂടി പോകും. എന്താ കാരണം, ഇത് മണ്ണിക്ക് വയ്ക്കുമ്പോൾ ഒരു 6 മാസം വേര് ഓടാനുള്ള സംവിധാനം കാണിക്കുള്ളൂ. അപ്പോഴേക്ക് ഇവിടെ പൂക്കേണ്ട സീസണും കഴിഞ്ഞു. അപ്പോൾ അടുത്ത പ്രാവശ്യം ഉറപ്പ്. എത്ര തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് നമ്മൾക്ക് എൻ്റെ ചെറുതില്ല, ഒരു 6 വർഷം മുതലുള്ള 2500 മുതൽ 12000 വരെ. അതായത് 6 വർഷം പ്രായമുള്ള 2500. അത് വിട്ട് കഴിഞ്ഞ് 12 വർഷമൊക്കെ പ്രായമുള്ള 12000 രൂപ വരും. പിന്നെ അതിന്റെ അടിയിലുള്ളതുണ്ട് 10,000-ന്റെ ഉണ്ട്, 8,500-ന്റെ ഉണ്ട്. ഈ 12,000-ന്റെ എല്ലാം കാച്ചതാ. കഴിഞ്ഞ വർഷം മുതൽ കായ്ക്കാൻ തുടങ്ങിയതാ. J33 ആണ്. J33 വലിയ മരം അല്ലേ? വലിയ ചെടി. ഇതൊക്കെ എത്ര പ്രായമായി കാണും ഇപ്പോ? ഇതൊക്കെ ഒരു 4 വർഷം, ഒരു 3.5 വർഷം കഴിഞ്ഞ് 4 വർഷത്തേക്ക് എത്തണം. അപ്പൊ ഏകദേശം നമുക്ക് ഒരു വർഷം നമുക്ക് ഇതിൽ ചക്ക വരും. അതെ അല്ലെ? അത് ഈ പ്രാവശ്യം തന്നെ പിന്തുടും. അത് ഈ വെയിലുള്ള, ഇവിടെ വെയിലില്ല, വെയില് കുറവാ. ഈ അടുപ്പിച്ചിട്ട കാരണം കൊണ്ട് തടിക്ക് വെയിൽ കിട്ടണം. ചക്കന്റെ തടിക്ക് വെയിൽ കിട്ടിയാലേ കായ്ക്കുള്ളൂ. ഇതെല്ലാം നമുക്കൊരു 3000-3500 ആ റേഞ്ചിലാണ്. ഇതൊക്കെ സവാറ. സവാറ ഇപ്പോൾ ഒരു 15 ദിവസം കഴിഞ്ഞ് പഴം പറിച്ചിട്ട് പിന്നെ വീണ്ടും മുട്ടകൾ കയറുന്നു. എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഒരു 10 ദിവസം 15 ദിവസം റെസ്റ്റ് എടുക്കും സവാറിക്ക്. ഒരിക്കൽ പറിച്ചു കഴിഞ്ഞാൽ 15 ദിവസം റെസ്റ്റ് എടുത്തിട്ട് അടുത്തത് കായ്ക്കുള്ളൂ. ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതാ. ഇതെല്ലാം സവാറയാണ്, സവാറ ആദ്യങ്ങൾ ഇതൊക്കെ സവാറയാണ്. ഇതെല്ലാം ഒരു 16 വർഷമായ പ്ലാന്റ്. അതൊരു 11 വർഷം, ഇത് 16 വർഷമായ പ്ലാന്റുകളാണ്. അടിപൊളി മരങ്ങൾ കേട്ടോ, അടിപൊളി മരങ്ങളാണ്. ഇതൊക്കെ 16 വർഷം, ഇത് 13 വർഷം. ഇതിലൊക്കെ കായ വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഇതൊക്കെ നിറയെ ഞാൻ വീടിയിട്ടുണ്ട്. ഇതിന്റെ കായുള്ള ഫുള്ള് ഇതിപ്പോ അതിനെ പഴം പറിച്ചിട്ട് 10-15 ദിവസമായി. ഇനി മുട്ട് കയറി വരണുള്ളൂ. കയറി വരുന്നു. താഴെ ഉണ്ടോ? എന്നുവെച്ചാൽ 15 ദിവസം റെസ്റ്റ് എടുക്കും. 15 ദിവസം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ കായ്ക്കാൻ തുടങ്ങുള്ളൂ. ഇനിയിപ്പോ ഇതിപ്പോ മുട്ട് വന്നില്ലേ, ഒരു 20 ദിവസം കൊണ്ട് പഴവും.
ദിവസം ഉണ്ടാവും. 20 പൂത്ത് കഴിഞ്ഞാൽ 18 ദിവസം കൊണ്ട് പഴമാവും. ഓ നിറയെ വരുമല്ലോ അല്ലേ? ഇതെന്താ ഇതൊക്കെ ഇതുണ്ടോ? ഇത് അവിടെ ഫ്രൂട്ട് ഉണ്ടല്ലോ അല്ലേ? അല്ല അതൊക്കെ ഇടയിൽ വരുന്നതാ. ഇതുണ്ടോ ഇതൊക്കെ പൂക്കൾ കയറി. ഇപ്പൊ ഇത് ഫുള്ള് ഫ്രൂട്ട് കടന്നു. അപ്പൊ ഇത് പറിച്ചു കഴിഞ്ഞിട്ട് 10-15 ദിവസമായി, പിന്നെ വീണ്ടും പൂക്കാൻ തുടങ്ങി. ഇനി ഒരാഴ്ച ഇത് മൊത്തം പൂക്കും. കഴിഞ്ഞ് 18 ദിവസം കൊണ്ട് പഴമാവും. ഞാവളിന്റെ വെറൈറ്റിയാ അതൊക്കെ. അതൊക്കെ നമ്മുടെ ബാഗില് മൂത്ത് കിടക്കുന്ന ചെടികളതൊക്കെ കൂടിയിട്ട് വളഞ്ഞ് ചരിഞ്ഞു കൊടുക്കണ്ടില്ലേ. ഞാവിള് എല്ലാ വെറൈറ്റീസും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ പിന്നെ ചാമ്പന്റെ ഐറ്റങ്ങൾ. ഇതൊക്കെ ചാമ്പന്റെ ഐറ്റങ്ങളാണ്. അതൊക്കെ ഇത് എന്താണ് വെൽച്ചാമ്പ. അത് റെഡിക്ക് വരും. മൂക്കുമ്പോ ഇതൊക്കെ പിന്തല്ലോ, മൂത്തുകൊണ്ടിരിക്കുമ്പോ റെഡിക്ക് വരും. ഇതിലൊക്കെ വരുന്നുണ്ടല്ലോ, ഫ്ലവർ വരുന്നുണ്ട്, കായ വരുന്നുണ്ട്. ഇതൊക്കെ ആവണുള്ളൂ, ഫ്ലവർ വരാനാവണുള്ളൂ. എന്താ ചാമ്പയ്ക്ക് എന്താ വരുന്നത്? ചാമ്പയ്ക്കൊക്കെ നമുക്കൊരു 300 റുപ്യ, 250 റുപ്യ, ആ റേഞ്ചിൽ 250, 200. ഈ സൈസിനൊക്കെ അതെ, 200 രൂപ. മാംഗോസ്റ്റിന് ഇവിടെ ഉണ്ട് കേട്ടോ. മാംഗോസ്റ്റിന് ഒരുപാട് മരങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിനകത്തേക്ക് ഒരുപാട് ഫ്രൂട്ട്സ് വരുന്നത്, അങ്ങോട്ടൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ജബോട്ടിക്കന്റെ മരങ്ങളാണ് ഈ കാണുന്നത്. സൂപ്പർ മരങ്ങൾ, എല്ലാം നല്ല അടിപൊളി മരങ്ങൾ. ഇതിനൊക്കെ കടവണ്ണം നോക്കിയാ സൂപ്പർ മരം. ഇതൊക്കെ വന്നതാണ്, ഫ്ലവർ വന്നതാ, വീണ്ടും ഫ്ലവർ വരുന്നുണ്ട്. കായപ്പിടുത്തം വന്നുള്ള മരങ്ങളായി കാണുന്നതൊക്കെ. ഇതൊക്കെ നാൻഡോക്കുമിയൊക്കെ പൂക്കേണ്ട മാവുകളൊക്കെ അടുത്ത മാസം മുതലേ പൂക്കുള്ളൂ. പൂക്കേണ്ട സമയത്ത് ഇപ്പൊ സ്ഥലത്തൊക്കെ അടിയിൽ ഇതാണ്ട് അങ്ങനെ കയറി വരും, സ്ഥലത്തൊക്കെ അടിയിൽ കയറി വരും. പക്ഷെ അടുത്ത മാസം മുതലാണ് ശരിക്കും പൂക്കേണ്ട സമയം. ഇപ്പൊ അടിയിലൊക്കെ അങ്ങനെ കയറി വരും. ഇത് നാൻഡോക്കുമൈ നമ്മൾക്ക് ഗ്രീൻ ആണ്. നമ്മൾക്ക് നാൻഡോക്കുമൈന്റെ ഗ്രീനും ഉണ്ട്, പർപ്പിൾ ഉണ്ട്. അത് വിട്ട് കഴിഞ്ഞാൽ എല്ലാ ഗോൾഡും ഉണ്ട്, രണ്ടും ഉണ്ട്. ഇതൊക്കെ അത്യാവശ്യം പ്രായമായിട്ടുള്ള മരങ്ങളല്ലേ? ഇതെല്ലാം ഒരു 8 വർഷം. 8 വർഷം. ഇത് നോക്ക്, ഇതിന്റെ ഒക്കെ കടവണ്ണം കണ്ടോ? കടവണ്ണം പിടിച്ചപ്പിടിയത്തില്ലല്ലോ. വലിയ മരങ്ങള് പിടിച്ചപ്പിടിയത്തില്ല. അതൊക്കെ തന്നെയാണ്. അതാ അടിപൊളി മരങ്ങളാണ്. കണ്ടോ, പിടിയെത്തുന്നില്ല. എന്റെ കൈ കാണുന്നും കൂടില്ല, അത്രയും സ്പേസ് ഇനിയും ഉണ്ട്. എത്ര രൂപ കിട്ടും ഈ ഇതൊക്കെ മാവൊക്കെ? മാവിന്റെ നമ്മൾക്ക് അങ്ങനെ ഒരു വെറൈറ്റിക്ക് അനുസരിച്ചിട്ടാണ് പൈസ വരുന്നത്. എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾക്ക് ഒരു ക്വാർട്ടർ കോണാണെങ്കിൽ ഇപ്പൊ ഈ വണ്ണുള്ള ക്വാർട്ടർ കോണാണെങ്കിൽ നമുക്ക് ഒരു 800 റുപ്യ. 800 റുപ്യ ഈ വണ്ണുള്ള. താഴെ വണ്ണം അല്ലാട്ടോ, ഈ വണ്ണം ഞാൻ പിടിച്ച വണ്ണം ഒരു 800 റുപ്യ. ക്വാർട്ടർ കോണം, കുളമ്പ്, മറ്റേ ഹിമാപസന്ത്, ഇങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ നമുക്ക് ആ വില വരുള്ളൂ. ഇന്നത്തെ പുതിയ വെറൈറ്റികൾ, അതായത് നമുക്ക് ഞാൻ സൂപ്രക്യൂ, ഗോലക്ക്, യുവാൻ, മറ്റേ ജ്യൂസായി പറഞ്ഞ വെറൈറ്റി. അത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബനാന്റെ 3 കളറുണ്ട്, ജംബോ റെഡ്, ഇങ്ങനെയുള്ള ബ്രൂണേ കിങ്, ഇങ്ങനെയുള്ള വെറൈറ്റികൾ ഒരുപാടുണ്ട്. വെറൈറ്റീസ് വരുമ്പോൾ അതിനനുസരിച്ച് പൈസ വരും. പർപ്പിൾ മാംഗോ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നാൻഡോക്കുമൈൻ്റെ പർപ്പിൾ ഉണ്ട്. പർപ്പിൾ മാംഗോ തനിയുണ്ട്. ചില്ലി മാംഗോ ഉണ്ട്. ചില്ലി മാംഗോ നമ്മൾക്ക് വലിയ പ്ലാന്റുകൾ ചില്ലി മാംഗോന്റെ. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് ഇങ്ങനെ വരുമ്പോൾ റേറ്റുകൾ മാറും. അപ്പൊ നമുക്ക് സാധാ വെറൈറ്റിന്റെ ഒരു വിലക്ക് ഈ വെറൈറ്റി തരാൻ സാധിക്കില്ല. ഇതൊക്കെ ഏത് ഐറ്റംസ്? ഇത് നാൻഡോക്കുമൈൻ്റെ പർപ്പിള്. പർപ്പിള് അത്യാവശ്യം വലിപ്പമുള്ള മരം തന്നെ. അതെ, ഒരു മീഡിയം സൈസ്. ഒരു മീഡിയം സൈസ് മരമാണ് ഇപ്പൊ ഇത്. ഇതൊക്കെ ബനാന മാംഗോ. പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ഒരു 8 വർഷം 9 വർഷമൊക്കെ പ്രായമുള്ള, 9 വർഷം 10 വർഷമൊക്കെ 9 വർഷമൊക്കെ പ്രായമുള്ളതാണ്. അത്യാവശ്യം പിടിച്ചാത്ത പ്ലാന്റുകളാണ്. ഇതിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങുന്നു. അതെ. ഓ പിന്നെ ഇതൊക്കെ അങ്ങനത്തെ പ്ലാന്റുകൾ തന്നെയാണ് ഇതിന്റെ ഉള്ളിൽ കിടക്കണതൊക്കെ. ഇതൊക്കെ മിൽക്ക് ഫ്രൂട്ട്. മിൽക്ക് ഫ്രൂട്ട് ഇതൊക്കെ ഇങ്ങോട്ട് വന്നു. മിൽക്ക് ഫ്രൂട്ട് നമ്മളിത് വലിയ മരങ്ങളേ ഉള്ളൂ. അതെ, ചെറുതുണ്ട്. അത് അവിടെ നമ്മൾ തോട്ടത്തിലുണ്ട്, ചെറുതുണ്ട്. ഇതിന്റെ ഇത് കണ്ടില്ലേ, ഇതൊരു പർപ്പിളാ. ഒരു പർപ്പിൾ വയലറ്റ് കളർ. ഇതെല്ലാം നാൻഡോക്കുമൈൻ്റെ സെക്ഷനാണ് കിടക്കുന്നത്. ഇതൊക്കെ തന്നെ. ഇത് വലുത് മാത്രം നാൻഡോക്കുമൈൻ്റെ. ഇതൊക്കെ ഐവറിന്റെ ഐറ്റങ്ങൾ. ഇതാ ഐവറിയാണ്. ഒരു പിങ്ക് കളർ വരുന്ന ഒരു ഐവറിയാണ്. നല്ല പ്രായമുള്ള മരങ്ങളാണ്. ഇതെല്ലാം കാച്ചതോണോ? അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്തൊക്കെ എല്ലാം മിക്കവാറും കാച്ച മരങ്ങളുള്ളൂ എന്ന് പറഞ്ഞത്. ഇത് ബ്ലാക്ക് സപ്പോട്ട. അതെ, ബ്ലാക്ക് സപ്പോർട്ടിന് അടിപൊളി മരം. ഇത് അവിടെ ആ ഡ്രമ്മിൽ നിൽക്കണൊക്കെ അതന്നെയാണ്. ഇതിലൊക്കെ ഫ്രൂട്ട് വന്നല്ലേ? അല്ല, ഇതില് ആവുന്നേ ഉള്ളൂ. ബ്ലാക്ക് സപ്പോർട്ട ഒരു 6-7 വർഷവും കായ്ക്കണമെങ്കിൽ. ഇതിപ്പോ എത്ര വർഷമായതോ? ഇതിപ്പോ ഒരു 5 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. 5 വർഷം കഴിഞ്ഞുള്ളൂ. 6-7 വർഷത്തോളം വേണം. നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടല്ലേ? ഒരു അത്യാവശ്യം ഇതിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ബ്ലാക്ക് സപ്പോർട്ടയില് ഒരു 3-4 ഒരു ഓവൽ ടൈപ്പ് വരുന്നുണ്ട്, പരന്ന ടൈപ്പ് വരുന്നുണ്ട്. ഒരു 3-4 വെറൈറ്റി ഉണ്ട് ഈ ബ്ലാക്ക് സപ്പോർട്ടയില്. ചില വെറൈറ്റി കൊള്ളില്ല, അത് അത്ര ടേസ്റ്റ് ഇല്ല. പക്ഷെ ഇതൊക്കെ കുറച്ച് അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കി എടുത്തതാണ്. അതുകൊണ്ട് ഇതൊക്കെ അത്യാവശ്യം ടേസ്റ്റും മധുരം ഉണ്ടാവും.
ഓവർ മധുരം ഉണ്ടാവില്ല, ഒരു മീഡിയം സൈസ് മധുരം ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ ചോക്ലേറ്റിന്റെ ചെറിയൊരു ഒരു 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 ടൈപ്പ് വരും. ഇതെല്ലാം നമ്മൾക്ക് ബനാന പിങ്ക് ഞാൻ ഏതൊരു വീടിയില് ബനാന പിങ്ക് ഇല്ല ഗ്രീൻ ബനാനയിൽ ഒറ്റ വെറൈറ്റി മാത്രമേ ഉള്ളൂ എന്ന് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അയാൾ കാണിക്കണത് പിങ്കാണ് കാണിക്കുന്നത്. പക്ഷെ അയാൾ ആ ഒരു വെറൈറ്റി ഉള്ളൂ എന്ന് പറയണത്. അല്ല, ബനാന പിങ്കും ഉണ്ട്, യെല്ലോ ഉണ്ട്, മറ്റേ ഗ്രീനും ഉണ്ട്. പക്ഷെ ഇത് എന്താ ഗ്രീന് പഴുത്താലും ഗ്രീനിന്റെ കളറാണ്. ഈ ഒരു പിങ്ക് പറഞ്ഞ് ഫുള്ള് പിങ്ക് വരില്ല, ഒരു സൈഡ് കുറച്ചൊരു പിങ്കേ വരുള്ളൂ. അത് ആ വീഡിയോ കാണിച്ചതും പിങ്കാണ്, പിങ്ക് വെറൈറ്റിയാണ് കാണിച്ചു കിടക്കുന്നത്. പക്ഷെ അത് ഈ ആൾക്കാർക്ക് ഇപ്പോഴാണ് പിങ്കും ഈ 3 കളർ ഉണ്ടെന്ന് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മനസ്സിലായത്. ആൾക്കാർക്ക് ശരിക്കും മനസ്സിലായത്. ആദ്യം ബനാന മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അപ്പൊ ആ കാലത്ത് കിട്ടിയായിരിക്കും അത് ചിലപ്പോൾ മൂപ്പർക്ക്. അപ്പൊ അയാൾ നമ്മൾ വേറെ ഒന്നും പറയണതല്ല, അയാൾ അറിയാണ്ട് പറയണത് ചിലപ്പോൾ, അല്ലെങ്കിൽ അറിയാണ്ട് പറയണതായിരിക്കും. പക്ഷെ ആ ഒരു ഇത് മാത്രം മൂപ്പര് പിങ്കാണ് കാണിച്ചത് തന്നെ. അപ്പൊ അതുകൊണ്ടാണ് ഇതുണ്ട്. ഇപ്പൊ ഇതൊക്കെ ബനാന നമ്മൾ അവിടെ ബനാന നമ്മൾ ഗ്രീനാ കാണിച്ചത്. ഇത് പിങ്ക് അല്ലേ? പിങ്ക്. ഇത് ഒറിജിനൽ പിങ്കുള്ള നമ്മളിത് മാറ്റിയിടുകയാണ്. ഓരോരോ സൈഡിലേക്ക് ഓരോരോ കളറുകൾ മാറ്റിയിടുന്നതാണ്. ഇതൊക്കെ തന്നെയാണ് ബനാന പിങ്കുകളാണ്. ഇതെല്ലാം കാച്ചമരങ്ങളാണ്, വലിയ ചെടി. ഇനിയിപ്പോൾ ഇതിന്റെ ഉള്ളിലും ഉണ്ട് അതുപോലെ ബനാന. നമ്മൾക്ക് ഈ സ്ഥലം കുറവായ കാരണം കൊണ്ടാണ് ഇതിങ്ങനെ ഇടുന്നത്. ഇതൊക്കെ ബനാന പിങ്കാണ്. ഇതിന്റെയൊക്കെ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് അടിപൊളി മരങ്ങള്. കടവണ്ണൊക്കെ ഉണ്ടോ? വലിയ മരങ്ങളാണ് ഇതൊക്കെ തന്നെ. ഇതൊക്കെ ബനാന പിങ്കൾ. ഇതിങ്ങനെ ഈ അടുപ്പിച്ചിടുക കാരണം കൊണ്ട് നമ്മൾക്ക് ചെടികളുടെ ഉള്ളിൽ കൂടെ പോയി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഇത് നമ്മൾക്ക് ഇതാണ് ചെറിയ ബ്രിയോ ഗ്രാൻഡ്. ഇതെല്ലാം കാച്ചമരങ്ങൾ. ഇതിൽ നമുക്ക് ചെറിയ ബ്രിയോ ഗ്രാൻഡിൽ യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഒരു ബ്ലാക്ക് ഉണ്ട്. ഈ ചെറിയ ബ്രിയോ ഗ്രാൻഡിൽ സവാന ചെറി ഉണ്ട്. അതൊരു പർപ്പിൾ അല്ല, മറ്റേ ഇത് വയലറ്റാ വരിക, സവാന ചെറി. അങ്ങനെ ഒരു 4-5 ചെറികൾ നമ്മളിത് ചെറികൾ കിടക്കുന്നുണ്ട്. ഇതെല്ലാം ഗ്രൂമി ചാമ്പത്ത് കായ്ക്കാനത് കാച്ച പ്ലാന്റൊക്കെ നമുക്ക് അവിടെയാണ്, നമ്മുടെ പറമ്പില കാച്ച പ്ലാന്റുകൾക്ക് അപ്പുറത്തുള്ള നഴ്സറിയിലാണ് കാച്ചത്. അത് ഒരുപാടുണ്ട് കാച്ച പ്ലാന്റുകൾ ഗ്രൂമി ചാമ്പിയിൽ. ഇതൊക്കെ നമുക്കൊരു മീഡിയം സൈസ് ഗ്രൂമി ചാമ്പി, ഒരു മീഡിയം സൈസ് ഗ്രൂമി ചാമ്പി. അതൊക്കെ അതന്നെ ഒരു 5 വർഷം. ഗ്രൂമി ചാമ്പ കായ്ക്കുമ്പോൾ ഒരു 7 വർഷം കഴിയും കായ്ക്കുമ്പോൾ. ഇതൊക്കെ ഒരു 5 വർഷമായ പ്ലാന്റുകളാണ്. 2 വർഷം മതി. ഇനി ഇവിടെ കാച്ച തന്നെ ഉണ്ട്. കാച്ചത് ഒരു 2 വർഷമായിട്ട് കാച്ച ഗ്രൂമി ചാമ്പി ഉണ്ട്. ഓക്കെ. അത് പല സൈസിലും എല്ലാ പ്ലാന്റുകളും നമ്മളിപ്പോ കാണിക്കാൻ പറ്റില്ല, പല സൈസിലും പ്ലാന്റുകളുണ്ട്. നമുക്കിപ്പോ കസ്റ്റമർ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ വലിയ മരങ്ങളൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തൂടെ? അതൊക്കെ നമ്മളിപ്പോ അങ്ങനെ കടുപ്പുറത്തും പിടിക്കാൻ ആരും ചെയ്യില്ല, ആരും ചെയ്തിട്ടില്ല. അതിപ്പോ അവിടെ വന്നവർക്ക് ചോദിക്കുക. കടുപ്പുറത്തും നമ്മൾ ആരോടും ചെയ്യില്ല. നമ്മൾ ഒരു പരമാവധി അവർക്ക് താത്തി കൊടുക്കാനും ചെയ്യുള്ളൂ.